ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ക്രിസ്മസ് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിതുപോലെ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കാം കേട്ടോ. ഈ പേപ്പറിന് രണ്ടറ്റവും ഒരുപോലെ വെച്ചതിന് ശേഷം അത് നടുമടക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്ത പീസിലെ ഒരു പീസാണിത്. അതിതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് അത് വീണ്ടും ഒന്നുകൂടെ മടക്കുന്നു. കണ്ടോ, ഒപ്പമായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ നടുമടക്കി എടുക്കുകയാണ്. അതിനുശേഷം അത് ഒന്നുകൂടെ മടക്കുന്നു. അതിനുശേഷം നമ്മൾ മടക്കി കൊടുത്ത പേപ്പർ ഇതുപോലെ അങ്ങ് നിവർത്താം. അപ്പോൾ നമുക്ക് ഇത്ര നേരം നമ്മൾ മടക്കിയെടുത്ത മടക്കുകളൊക്കെ കാണാൻ പറ്റും. അതിനുശേഷം ഈ ആദ്യത്തെ മടക്ക് അങ്ങോട്ട് മടക്കുക, ഉള്ളിലോട്ട് മടക്കുക, പിന്നെ അത് മറച്ച് വെച്ച് പുറത്തോട്ട് മടക്കുക. അങ്ങനെ ഈ പേപ്പർ ഫുള്ളായിട്ട് മടക്കിയെടുക്കണം. അങ്ങനെ ഞാനിവിടെ ഇതെല്ലാം മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നേരത്തെ നമ്മളൊരു പകുതി പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു പീസും ഇതേപോലെ തന്നെ നമുക്ക് മടക്കിയെടുക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഈ ഒരു പീസ് പേപ്പറും കൂടി നമ്മൾ മടക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല. കഴിഞ്ഞ തവണ നമ്മൾ കുറച്ച് ക്രിസ്മസ് ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. കൂട്ടത്തിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എന്താ വിളിച്ച് വെച്ചേക്കണേ. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറന്നു പോയേക്കരുത് കേട്ടോ. അങ്ങനെ ഈ ഒരു പീസ് കൂടെ ഞാനിവിടെ മടക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ രണ്ടും ഒരുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് പീസ് കൂടെ ഒരുമിച്ച് വെക്കുക. അതൊന്ന് ഒപ്പാക്കിയതിന് ശേഷം ഈ രണ്ട് പീസിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, അതൊന്നും ഇങ്ങനെ താഴോട്ടാക്കി കൊടുക്കണം. ഇതുപോലെ രണ്ടും ഒപ്പം ഒരേ അളവിൽ തന്നെ താഴോട്ടാക്കി കൊടുക്കാം. കണ്ടോ, എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ രണ്ട് പീസും നമുക്കൊന്ന് ജോയിൻ ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണേ. ഫെവിക്കോൾ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് ഒട്ടിക്കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ ഈ രണ്ട് സൈഡിലോട്ട് താഴോട്ട് മടക്കിയ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിതിവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, പകുതി പണി നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ, അത് കത്രിക വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് കുറച്ചൊന്ന് മുകളിലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണമല്ലോ കേട്ടോ.
അങ്ങനെ കട്ടിങ് ഒക്കെ കഴിഞ്ഞതാ ഇതുപോലെ ഒരു ചെറിയ ഡിസൈൻ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു വീടും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ മാലമുത്തൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇത്ര വലിയ മുത്തൊന്നും വേണം നിർബന്ധമില്ല. ഞാൻ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് ആ ത്രെഡ് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊരു കെട്ടിട്ട് കൊടുക്കുകയാണ് താഴത്ത്. എന്നിട്ട് ആ ത്രെഡ് ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ പേപ്പറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫെവിക്കോൾ വെച്ച് അത് സ്റ്റിക്കായി കിട്ടും, ഒത്തിരി താമസം എടുക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഏഞ്ചൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്തത്. ഒരു A4 ഷീറ്റ് പേപ്പർ കൊണ്ട് നമുക്ക് 4 എണ്ണമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് ക്രിസ്മസ് ട്രീകളൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോയേക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ.